വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വിദ്യാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 4000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തിലൂടെ 973 പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പുതിയ കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉയർന്ന ഒരു കെട്ടിടമാണ് നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ കരിപ്പൂര്. ഈ കെട്ടിടത്തിന്റെ വികസനത്തിന് വേണ്ടി 1,30,00,000 രൂപയാണ് നമ്മുടെ കിഫ്ബി വഴി വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഹൈടെക് സ്കൂളുകളും ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ കലാപരിപാടികളും ഇവിടുത്തെ കായിക പരിപാടികളും എല്ലാം നോക്കൂ, ഇത് നമ്മുടെ ഒരു സർക്കാർ സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറാണ്. അതെ, ഇതിന്റെ ഒരു അടിസ്ഥാന സൗകര്യ റൂം മാത്രമേ ഈ സ്കൂൾ നൽകിയിട്ടുള്ളൂ. ഈ ഉള്ള സൗകര്യങ്ങളെല്ലാം ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മുടെ കുസാറ്റാണ്, കൊച്ചിൻ സാങ്കേതിക സർവകലാശാല ഈ സ്കൂളിൽ തന്നിരിക്കുന്നതാണ്. ഈ സ്കൂൾ കുട്ടികളുടെ ഈ കാണുന്നത് ഈ ബൾബ് ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്തടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയങ്ങളിൽ നിന്ന് അവര് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ ഉള്ളിലുള്ള ടാലന്റ് കൂടി ഇത്തരം സംവിധാനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ ഒരുക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, അത് ഇപ്പം പല കാര്യങ്ങളും ഞാൻ പോലും ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പല കാര്യങ്ങളും അറിയുമ്പോൾ. നമ്മൾ പോവേണ്ടത് മുന്നോട്ടാണ്. നമ്മുടെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ മുന്നോട്ടുള്ള ടെക്നോളജി ഇപ്പോഴേ നമ്മുടെ സർക്കാർ സ്കൂളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് വളരെ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ റോബോട്ടിക് പഠനങ്ങളടക്കം ഹൈടെക് ആണ് കാര്യങ്ങൾ. അത് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കൈറ്റ്സ് വഴി ഈ 2026 റോബോട്ടിക് കിറ്റുകൾ നൽകുകയാണ്. മാത്രമല്ല 2018-19 മുഖ്യമന്ത്രിയുടെ ലിറ്റിൽ കൈറ്റ്സ് അവാർഡിന് അർഹമായ ഒരു സ്കൂൾ കൂടിയാണ് ഇത്. നോക്കൂ, ഓരോ കുട്ടിയുടെ മുമ്പിലും ഓരോ ലാപ്ടോപ്പ്. അപ്പോൾ അവന്റെ വിവരസാങ്കേതിക വിദ്യ അതിനങ്ങേ അറ്റത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സൗകര്യങ്ങളാണ് കൈറ്റ്സ് വഴി വിവരസാങ്കേതിക വിദ്യയിൽ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പഠനത്തിന് എന്ന പോലെ തന്നെ കായിക പരിശീലനത്തിനും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതെ, സ്കൂൾ ഒളിമ്പിക്സ് ഉണ്ട്, ഇൻക്ലൂസീവ് സ്പോർട്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ കാണുന്നത് നെടുമങ്ങാട് സബ് ജില്ലയിലെ കരിപ്പൂര് ഗവൺമെന്റ് സ്കൂളിലെ മിടുക്കരായ കായിക താരങ്ങളാണ്. ഇവര് പ്രാക്ടീസ് ചെയ്യുന്ന ഇതിന്റെ പേരെന്താ? നെറ്റ്ബോൾ. സംസ്ഥാന തലത്തിൽ തന്നെ നെറ്റ്ബോളിൽ മത്സരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമാണ്. കാണണം, ഇവരെ കോച്ചാണ് നമ്മുടെ സാറ്. നമസ്കാരം സാറ്. പിന്നെ പേര്? എന്റെ പേര് ജിജു. സാറേ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ കായിക മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്? ഞാനിപ്പോ സർവീസ് കയറിയിട്ട് 3 വർഷമാണായത്. 3 വർഷം കൊണ്ട് സ്കൂൾ ഒളിമ്പിക്സ് ആണ് നമ്മൾ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാറ്റം. സ്കൂൾ ഒളിമ്പിക്സ് സാധാരണ നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ 4 വർഷം കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. ഒക്കെ നമുക്കറിയാം, നമ്മുടെ പരിമിതികളൊക്കെ നമുക്കറിയാം. പക്ഷേ സ്കൂൾ തലത്തിൽ തന്നെ ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുക പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് മികച്ച രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് അത് കണ്ടക്ട് ചെയ്തു. നമ്മുടെ കുട്ടികളും ഒരുപാട് കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഇതേപോലെയുള്ള കുട്ടികളുടെ കൂടെ അവരെ കളിപ്പിച്ച് അവരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഗവൺമെന്റ് തന്നെ പുതുതായിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇൻക്ലൂസീവ് സ്പോർട്സും അതുപോലെ തന്നെ സ്കൂൾ ഒളിമ്പിക്സ്. വികസന ചരിത്രം എഴുതുകയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾ. ഹൈടെക് ക്ലാസ് മുറികളിലെ വികസനം, പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആവുകയാണ്. മാത്രവുമല്ല, പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മെനു. നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഇനി വേറെ ലെവലാണ്.
അങ്ങനെ വളരട്ടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ.